ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 10ാം ക്ലാസ് മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. നമ്മൾ തൊടുവരകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റേതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കറിയാം കോണുകൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ തെളിയിക്കാനുള്ള പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ വരയ്ക്കാനുള്ള കൺസ്ട്രക്ഷൻസ് അതുപോലുള്ള ചോദ്യങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്റർ നമുക്ക് കൂടുതലായിട്ട് അടുത്തറിയാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ എ ബി പി ആൻഡ് ക്യു ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. If arc APB is 1/10 part of the circle, how much is angle ACB? ചിത്രത്തിൽ എ ബി പി ക്യു എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. APB എന്ന ചാപം വൃത്തത്തിൻ്റെ 1/10 ഭാഗമാണെങ്കിൽ കോൺ ACB എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് അതിലൊരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ വൺ വേർഡ് ക്വസ്റ്റ്യന് നമുക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന്, താഴെ തന്നിരിക്കുന്ന ഈ ഓപ്ഷനിൽ നിന്ന് ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചെഴുതുക. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ APB എന്ന് പറയുന്നത് 1/10 പാർട്ടാണ്. APB എന്ന് പറയുന്നത് 1/10 പാർട്ടാണ്. APB 1/10 പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ഇതിൽ ACB ആണ്. ACB എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിളാണ്. ഓക്കെ, നമ്മൾ സർക്കിൾസിൽ, വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രത്തിലെ കോണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 360 ഇൻറ്റു 360നെ 360 ഇൻറ്റു എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1/10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 360 ഇൻറ്റു 1/10. ഓക്കെ, അപ്പോൾ 360 ഇൻറ്റു 1/10 എന്ന് പറയുന്നത് നമുക്കറിയാം 0 കട്ട് ചെയ്തു, ആൻസർ ഈസ് 36 ഡിഗ്രി. ഓക്കെ, ഈ 36 ഡിഗ്രി 36 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ ആംഗിളാണ്, കേന്ദ്രകോണാണ് ഈ 36 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ACB എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും? ഈ ഒരു കോൺ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് C ആണെങ്കിൽ ഇത് C/2 ആണ്. തിരിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇത്. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ 36 ഡിഗ്രി ആണെങ്കിൽ, സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 36 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 18 ഡിഗ്രിയാണ്, 18 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ 18 ഡിഗ്രി ഉണ്ടോ നോക്കുക. ഏതാ? ദാ ഇത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 18 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൽ നമ്മളെ കൺഫ്യൂഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 36 ഡിഗ്രി എന്ന് തന്നത് അല്ലേ. നമ്മളിത് കണ്ടെത്തുമ്പോൾ 360 ഇൻറ്റു 1/10 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 36 ഡിഗ്രി എന്നാണ് ആൻസർ കിട്ടുന്നത്. ആ 36 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ ആംഗിളാണ്, കേന്ദ്രകോണാണ്. ഓക്കെ, അപ്പോൾ അത് അറിയാണ്ട് ഇതാണ് ആൻസർ എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ആൻസർ 18 ഡിഗ്രിയാണ്, 18 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം. അടുത്തത് ഇതുപോലത്തെ മറ്റൊരു ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, in the picture A, B, C and P are points on the circle. If angle ACB is equal to 50 degree, what fraction of the circle is the arc ABC? ചിത്രത്തിൽ ABCP വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ ACB 50 ഡിഗ്രി ആണെങ്കിൽ APB എന്ന ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ സാധനം നേരെ തിരിച്ച് അല്ലേ. നേരത്തെ നമുക്കിവിടെ ഈ ആംഗിൾ നമ്മൾ കണ്ടെത്തുക ചെയ്തത്, ഈ കോൺ നമ്മൾ കണ്ടെത്തുക ചെയ്തത്. ഇവിടെ ഈ ഒരു ആംഗിൾ തന്നു, ഈ കോൺ തന്നു, എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഈ APB ആണ്. APB എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണെന്നാണ്. ഓപ്ഷൻ നോക്കിക്കേ, 5/18, 5/27, 5/36, 5/9. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ആൻസർ എത്തിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്താണെന്നറിയാം അല്ലേ. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഉണ്ടാവുക, അതായത് 100 ഡിഗ്രിയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ APB എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ട്, ഈ ഒരു ഭാഗം എത്രയാണെന്ന് കണ്ടെത്താൻ ടോട്ടൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ മുഴുവനായിട്ട് സം ചെയ്യുമ്പോൾ, കേന്ദ്രകോണം മുഴുവനായിട്ട് കൂട്ടുമ്പോൾ 360 ഡിഗ്രിയാണ് കിട്ടുക. അതിൽ ആ 360 ഡിഗ്രീൻ്റെ എത്ര ഭാഗമാണ്? 100 പാർട്ടാണ്, 100 ഭാഗമാണ് ഇതിൽ APB എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലേ. ഈ ആൻസർ ഇതിൻ്റെ ഓപ്ഷനിലുണ്ടോ നോക്കുക? ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 0 കട്ട് ചെയ്തു,
ഓക്കെ, ഇതിൽ ആൻസറിലുണ്ടോ നോക്ക്, ഇല്ല അല്ലേ, ആൻസറിലില്ല. ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ നമുക്ക് രണ്ടിനെയും കോമൺ ആയിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 5നെ 2 കൊണ്ട് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 എന്ന് കിട്ടും. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസറിൽ 5/18 നമുക്ക് തന്ന ഓപ്ഷനിൽ 5/18 എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടോ നോക്കുക. ദാ 5/18. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ, 5/18. നമുക്ക് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 5/36 ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ 5/18. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഈ പ്രാവശ്യം പുതിയതായിട്ട് ഈ സർക്കിൾസിൽ വൃത്തങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതിന്ന് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്കിതിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദാ in the figure PQR is a triangle in which angle P is equal to 50 degree. Then angle PQR equal to dash, angle PRQ equal to dash. ചിത്രത്തിൽ ത്രികോണം PQRൽ കോൺ P equal to 50 ഡിഗ്രി ആണെങ്കിൽ കോൺ PQR എന്ന് പറയുന്നത് കണ്ടെത്തുക. അതുപോലെ തന്നെ കോൺ PRQ എന്നുള്ളതും കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കണ്ടെത്താനാണ് നമ്മുടെ ഈ ചോദ്യം. ഫിഗർ നോക്കൂ. അപ്പോൾ ഇതാണ് PQR അല്ലേ. ഇതിൽ കണ്ടെത്തേണ്ടത് ഫസ്റ്റ് PQR ആണ്. PQR എന്ന് പറഞ്ഞ ആംഗിൾ ആണ് അല്ലേ. ഇതാണ് കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇവിടെ PQ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആണ്. ഈ ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ് PQ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഡയമീറ്ററിൻ്റെ വ്യാസത്തിൻ്റെ 2 എൻഡ് സർക്കിളിൽ ജോയിൻ ചെയ്തതല്ലേ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഇത് വ്യാസമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ മറ്റേ ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ, ഇത് 90, ഇത് 50, ഉറപ്പായിട്ടും ഇത് 40 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം ഇത് മുഴുവനായിട്ട് സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ ഇത് 90, ഇത് 50. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 40 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ നമ്പർ എ 40 ഡിഗ്രി. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, PRQ എന്താണ്, അത് ഓൾറെഡി നമ്മളവിടെ എഴുതി വെച്ചു അല്ലേ. PRQ എന്ന് പറയുന്നത് PQ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ 2 എൻഡ് ജോയിൻ ചെയ്ത ആംഗിളാണിത്. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. PQ ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതിങ്ങനെ ആണെങ്കിലും ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി തന്നെയാണ്. ഇതിനിപ്പോൾ താഴോട്ട് വരച്ചിട്ടുണ്ടെങ്കിലും ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണ് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അത് എങ്ങിട്ട് വരച്ചാലും PQ ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ്. ചിത്രത്തെ താഴെ തന്നിരിക്കുന്ന കോണുകളുടെ അളവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. താഴെ തന്നിട്ടുള്ള ഈ കോണുകളുടെ അളവുകൾ എത്രയാണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ അതിൽ തന്ന കോണുകൾ ഏതൊക്കെയാണെന്ന് നോക്ക്. ഒന്ന് AOB എന്ന് പറഞ്ഞ കോണാണ്, ഈ ഒരു കോണാണ്. പിന്നെ ഒന്ന് ABO ആണ്, പിന്നെ ഒന്ന് ACB ആണ്, പിന്നെ ഒന്ന് ADB ആണ്. നമുക്കിതിൽ ഓരോ കോണുകളും കണ്ടെത്തി നോക്കാം. ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതിൽ ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ. ആ O എന്ന് പറയുന്ന സെൻറ്റർ ആണെന്നുള്ളൊരു സെൻറ്റൻസും കൂടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്, വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. എങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ AO എന്ന് പറയുന്നതും OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, വൃത്തത്തിൻ്റെ ആരങ്ങളാണ് അല്ലേ. അപ്പം ഞാനത് വേറെ കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. നോക്ക്, ഈ AO എന്ന് പറയുന്നതും അതുപോലെ തന്നെ OB എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്, വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും തുല്യ നീളമാണെങ്കിൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 ആംഗിളും സെയിം ആയിരിക്കും. ഈ 2 കോണുകളും തുല്യമായിരിക്കും അല്ലേ. ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു പോയിൻ്റാണ്, നമ്മൾ പഠിച്ചൊരു പോയിൻ്റാണ്. അതായത് ഈ 2 സൈഡ് സെയിം ആണെങ്കിൽ ഈ 2 ആംഗിളും സെയിം ആയിരിക്കും, ഈ 2 കോണുകളും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് 40 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ ഒരു കോണും 40 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് കണ്ടെത്തേണ്ടത് AOB എന്ന് പറഞ്ഞ കോണാണ്, AOB എന്ന് പറഞ്ഞ ആംഗിളാണ്.
നമുക്കറിയുന്ന കാര്യമാണ് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് സം ചെയ്യുമ്പോൾ, അതായത് കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ 3 ആംഗിൾസ് സം ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അതിന് ഈ ഒരു ആംഗിൾ 40 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിളും 40 ഡിഗ്രിയാണ്. അപ്പോൾ എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രിയിൽ നിന്ന് ആ 40യും അടുത്ത 40യും മൈനസ് ചെയ്യുന്നതല്ലേ അല്ലേ? അപ്പോൾ 40 + 40 എന്ന് പറഞ്ഞാൽ 80 ആണ് അല്ലേ? അപ്പോൾ 180 നിന്ന് 80 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് കിട്ടുക? 100 ഡിഗ്രി, 100 ഡിഗ്രി എന്നാണ് കിട്ടുക. 100 ഡിഗ്രി, 100 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി അല്ലേ? 40 40 100. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 100. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ബി ഒ എന്താണെന്നുള്ളതാണ്. എ ബി ഒ ഓൾറെഡി നമ്മളിവിടെ എഴുതി അല്ലേ? എ ബി ഒ. ഓക്കെ, എ ബി ഒ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? എ ഒ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്, ആരമാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഈ 2 ആംഗിൾസും ഈ 2 കോണുകളും തുല്യമായിരിക്കും. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിളും ഈ ഒരു കോണും 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എ ബി ഒ 40 ഡിഗ്രി, 40 ഡിഗ്രി. ഓക്കെ, അടുത്തത് എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്താണെന്നുള്ളതാണ് അല്ലേ? ഇത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്താണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും, പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ? ഇത് 100 ആണെങ്കിൽ ആ എ സി ബി എന്ന് പറയുന്നത് 100ൻ്റെ ഹാഫ്, 100ൻ്റെ ഹാഫ്, അതായത് 50 ഡിഗ്രി, 50 ഡിഗ്രി, 50 ഡിഗ്രി. അപ്പോൾ അതും കഴിഞ്ഞു, 50 ഡിഗ്രി. ദെൻ അടുത്തത് എ ഡി ബി എന്താണെന്നുള്ളതാണ് അല്ലേ? എ ഡി ബി ഇതാ ഈ ഒരു ആംഗിൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് ഒരു സർക്കിളിൽ ഇതാ ഇങ്ങോട്ട് നോക്കൂ. ഒരു സർക്കിളിൽ ഒരു ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? C/2 ആണ് അല്ലേ? നമ്മളിപ്പോൾ തൊട്ട് മുമ്പും കൂടിയും പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് സി ആണെങ്കിൽ ഈ ആംഗിൾ C/2 ആണ്. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ? ഇനി അതേപോലെ ഈ സെയിം ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതേ ചാപത്തിൽ ഒരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക. ദീസ് ആർ സപ്ലിമെൻ്ററി ആംഗിൾസ്. ഇത് അനുപൂരക കോണുകളാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇത് കണ്ടെത്താൻ 180 ഡിഗ്രിയിൽ നിന്ന് ഈ C/2 എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ? C/2 എന്നുള്ള ആ കോൺ മൈനസ് ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിലേക്ക് നോക്ക്. ഇവിടെ നോക്കൂ, ഇത് 100, ഇത് 50 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ എ ഡി ബി എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് മക്കളെ ഞാൻ ഇവിടെ പറഞ്ഞതല്ലേ, ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ എ ഡി ബി കണ്ടെത്താൻ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 50 മൈനസ് ചെയ്താൽ മതി. 50 മൈനസ് ചെയ്താൽ മതി. എന്താ 180 മൈനസ് 50? 130 ഡിഗ്രി, 130 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതുമായി 130 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. നോക്കി നോക്ക്, എ ഒ ബി 100, എ ബി ഒ 40, എ സി ബി 50, എ ഡി ബി 130 ഡിഗ്രി. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ആംഗിൾ എന്തായിരിക്കും എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ഇത് 50 ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതാ ഇങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത് വെച്ചോ. ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 50, ഇത് 50. അപ്പോൾ ഉറപ്പായിട്ട് ഇതും 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഫിഗർ വന്നിട്ട് ഈ ആംഗിൾ ചോദിക്കുകയാണെങ്കിലും നമുക്ക് പറയാം ഇത് 50 ആണെങ്കിൽ ഇത് 50, ഇത് 50. അതേപോലെ ഈ ആർക്കിൽ എത്ര ആംഗിൾ ഉണ്ടാക്കിയാലും, ഈ ചാപത്തിൽ എത്ര കോണുകൾ ഉണ്ടാക്കിയാലും അതൊക്കെ എത്ര ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക? 130 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക, 130 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ ഈ ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഈ ചോദ്യത്തിൽ അതൊന്നുമില്ല കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു പ്രൂവ് ദാറ്റ് ഒക്കെ വരുന്നുണ്ട്. എ ബി സി ആർ പോയിന്റ്സ് ഇൻ ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ. ഇഫ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു എക്സ്, ദെൻ ഫൈൻഡ് ആംഗിൾ ഒ എ സി. പ്രൂവ് ദാറ്റ് ഒ സി എ പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി. ഓ കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി എന്നിവ. ഒ സി എ എന്ന് പറയുന്നത് എക്സ് ആയാൽ കോൺ ഒ എ സി എത്ര? കോൺ ഒ സി എ പ്ലസ് കോൺ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് തെളിയിക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലേ? ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ അറിയാണ്ട് തന്നെ എത്തും.
ഓക്കെ, നമുക്കിതിൽ വേണ്ട ആംഗിൾസ് ഏതൊക്കെയാണ് നോക്ക്. ഒന്ന് OCA ആണ്. OCA എന്നുള്ള ആംഗിൾ ഇനി പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തണ്ട, അതിവിടെ എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അതിവിടെ എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിലേക്ക് എത്തിയാൽ മതി? ABC എത്തിയാൽ മതി. ABC എന്ന് പറഞ്ഞാൽ ഇതാ ഇതിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ എക്സ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് എത്തുക. തൊട്ട് മുമ്പ് ചെയ്ത അതേ കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിൽ നമ്മൾ ആദ്യം ആംഗിൾ OAC എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ OAC എന്ന് പറഞ്ഞാൽ ഇതാ ഈ ആംഗിളാണ്. OAC എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം അല്ലേ. അപ്പോൾ നോക്കൂ മക്കളെ, ഈ OC എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും റേഡിയസ് അല്ലേ, വൃത്തത്തിൻ്റെ ആരങ്ങളല്ലേ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും രണ്ട് കോണുകളും സെയിം ആയിരിക്കണ്ടേ. ഈ കോണ് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആംഗിളും എത്ര ഡിഗ്രിയാ? എക്സ് ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അത് എക്സ് ഡിഗ്രി. ഓക്കെ, അതിൻ്റെ റീസണും കൂടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതുകയാണ്. OC ഈസ് ഈക്വൽ ടു OA ആണ് അല്ലേ. OCയുടെ നീളവും OAയുടെ നീളവും തുല്യമായതുകൊണ്ടാണ് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയി മാറിയത്. ഓക്കെ, ദെൻ അപ്പോൾ അത് അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കേട്ടോ, അതിൻ്റെ ആൻസറാണിത്. ഇനി നമുക്ക് ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്, ഈ തെളിയിക്കാനുള്ള ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് നോക്ക്, എന്താണ് AOC എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ട്. കോൺ AOC ഡിഗ്രി AOC ഈക്വൽ ടു ഇത് എക്സ് ടോട്ടൽ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്, മൊത്തം കൂട്ടുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്. ഇത് എക്സും ഇത് കണ്ടെത്തണമെങ്കിൽ 180 ഡിഗ്രി ഈ രണ്ട് എക്സുകൾ മൈനസ് ചെയ്താൽ പോരെ. അതായത് AOC എന്ന് പറയുന്നത് 180 നിന്ന് രണ്ട് എക്സുകൾ മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 180 മൈനസ് 2x. AOC 180 മൈനസ് 2x. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം ഇത് എക്സ് ആക്കി എടുത്തു, അപ്പോൾ ഇത് 180 മൈനസ് 2x. ഇനി നോക്കുക മക്കളെ, അടുത്തത് നമ്മൾ ABCയിലേക്ക് എത്തേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ABCയിലേക്ക് എത്താൻ പോവാണ്. ആംഗിൾ ABC ഈക്വൽ ടു കോൺ ABC സമം നോക്ക്, ഇത് 180 മൈനസ് 2x അല്ലേ കിട്ടിയത്. ഈ 180 മൈനസ് 2xൻ്റെ ഹാഫ് അല്ലേ ABC കിട്ടേണ്ടത്. അപ്പോൾ ABC ഈക്വൽ ടു 180 മൈനസ് 2xൻ്റെ ഹാഫ്, 180 മൈനസ് 2xൻ്റെ ഹാഫ്, അതായത് ബൈ 2. ഓക്കെ, അപ്പോൾ ആംഗിൾ ABC ഈക്വൽ ടു പറഞ്ഞേ 180യുടെ ഹാഫ് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. മൈനസ് ഇതിനും കൂടി ഡിവൈഡ് ചെയ്യണ്ടേ, 2xൻ്റെ ഹാഫ് എത്ര ഡിഗ്രിയാ? എക്സ്. അപ്പോൾ 90 മൈനസ് എക്സ് എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ 180യുടെ ഹാഫ് 90, 2xൻ്റെ ഹാഫ് എക്സ്, അപ്പോൾ 90 മൈനസ് എക്സ്. ഇനി നമുക്ക് ഈ പ്രൂവ് ദാറ്റിലേക്ക് കിടക്കാം. എന്താ തെളിയിക്കേണ്ടത്? ആംഗിൾ OCA പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ അവിടെ എഴുതുകയാണ്, ആംഗിൾ OCA പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു എന്താ ആൻസർ കിട്ടേണ്ടത്? 90 ഡിഗ്രി. കിട്ടണ്ടോ നോക്കാം നമുക്ക് അല്ലേ. എന്താ OCA എഴുതിയത്? OCA എന്താണ്? എക്സ് ആണ്. പ്ലസ് എന്താണ് ABC അതിപ്പോൾ കിട്ടിയതാ 90 മൈനസ് എക്സ് എന്നുള്ളത് ഇപ്പോൾ കിട്ടിയതല്ലേ, അത് അവിടെ എഴുതി 90 മൈനസ് എക്സ്. ഓക്കെ, ഇനി നോക്കും മക്കളെ, എക്സ് പ്ലസ് 90 മൈനസ് എക്സ് എന്ന് എഴുതി അല്ലേ. ഇത് ക്ലിയർ ആയല്ലോ. OCA എന്ന് പറയുന്നത് എക്സ് ആണ്, ABC എന്നുള്ളത് 90 മൈനസ് എക്സ് ആണ്. നോക്ക്, ഇതിലെ പ്ലസ് എക്സും ഇതിലെ മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. ബാലൻസ് എത്ര വരുന്നത്? 90. ഫോർ അവർ ആൻസർ ഈസ് 90. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്, ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. ക്ലിയർ ആയോ? ഈ പ്ലസ് എക്സും ആണ് മൈനസ് എക്സും ആണ്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ആൻസർ 90. ഒന്നും കൂടെ, ഈ ആംഗിൾ എക്സ് ആയിരുന്നു, അപ്പോൾ ഈ ഒരു ആംഗിൾ എക്സ് ആണ്. ഇത് രണ്ടും 180 മൈനസ് ചെയ്യുമ്പോൾ 180 മൈനസ് 2x ആണ്. ഇതിൻ്റെ ഹാഫാണ് ഇത്. 180യുടെ ഹാഫ് 90, 2xൻ്റെ ഹാഫ് എക്സ്. അങ്ങനെയാണ് ഇത് 90 മൈനസ് എക്സ് ആയത്. ഇനി ആംഗിൾ OCA പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു OCA എന്ന് പറഞ്ഞ ആംഗിൾ എക്സ് പ്ലസ് ABC എന്ന് പറഞ്ഞ ആംഗിൾ 90 മൈനസ് എക്സ്. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 90 കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, തെളിയിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ, കൺസ്ട്രക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ?
Draw a circle with radius 3 centimeter. Construct a triangle with vertices on the circle and having angles 50 degree, 60 degree, 70 degree. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. മൂലകൾ വൃത്തത്തിലാകുന്നതും കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി വീതമായ ഒരു ത്രികോണം വരയ്ക്കുക. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഈ 3 കോണുകൾ ഇല്ലാതെ പകരം 2 കോണുകളായിട്ടും ചോദിക്കാറുണ്ട്. ഇതേ ചോദ്യം തന്നെ ഈ 3 കോണുകളും ഇല്ലാതെ പകരം 2 കോണുകളെ വെച്ചിട്ടും ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അതായത് 50 ഡിഗ്രി 60 ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ, 70 ഡിഗ്രി ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് എത്ര ആംഗിൾ മതി, എത്ര കോണുകൾ മതി? 2 ആംഗിൾസ്, 2 കോണുകൾ മതി. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് 3 തരണം യാതൊരു നിർബന്ധമില്ല. അപ്പോൾ പ്രത്യേകം മറക്കരുത്, ഇത് 3 ആംഗിൾസ് ആയിട്ടും ചോദിക്കും, 2 ആംഗിൾസ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം പറഞ്ഞത് 3 സെന്റിമീറ്റർ റേഡിയസിൽ 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കാനാണ്. അപ്പം ഞാൻ ആദ്യം വൃത്തം വരച്ചു. 3 സെന്റിമീറ്റർ റേഡിയസിൽ 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ചു. ഓക്കെ, 3 സെന്റിമീറ്റർ റേഡിയസിൽ 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ചു. പിന്നെ അതിൻ്റെ ആംഗിൾസ് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ആംഗിളിൻ്റെ ഒക്കെ ഡബിൾ എടുക്കുക. 50യുടെ ഡബിൾ എടുക്കുക. തന്ന ആംഗിൾ ഒന്ന് 50 ആണ്. 50യുടെ ഡബിൾ എത്രയാണ്? 100. ഓക്കെ, പിന്നെ അടുത്തത് 60 ആണ്. 60യുടെ ഡബിൾ എടുക്കുക. 60യുടെ ഡബിൾ 120. പിന്നെ അടുത്ത ആംഗിൾ തന്ന് 70 ആണ്. 70യുടെ ഡബിൾ എടുക്കുക. 70യുടെ ഡബിൾ എത്രയാണ്? 140 ഡിഗ്രി. ഞാൻ പറഞ്ഞു ഈ 70 ഇല്ലെങ്കിലും നമുക്കിത് വരയ്ക്കാൻ പറ്റും എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എടുത്ത കൂട്ടത്തിലാവും കൂടെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ 3 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ചു. ഓക്കെ, സെൻറ്ററിൽ നിന്ന് അതിൻ്റെ റേഡിയസ് ആദ്യം നമ്മൾ വരച്ചു. സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ആരം നമ്മൾ ആദ്യം വരച്ചു. 3 സെൻറ്റിമീറ്റർ ആരം, 3 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കണ്ടെത്തിയ ഓരോ ആംഗിളും നമ്മൾ വരയ്ക്കുക. എത്ര? ആദ്യം ഒന്ന് 100 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പൊട്രാക്ടർ വെച്ചിട്ട് 100 ഡിഗ്രി എന്ന് പറഞ്ഞ 100 ഡിഗ്രി എന്ന് പറഞ്ഞ കോണാദ്യം വരയ്ക്കുക. 100 ഡിഗ്രി 100 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ കോണാദ്യം വരയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. അടുത്ത ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. അപ്പോൾ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പൊട്രാക്ടർ വെച്ചിട്ട് അടുത്ത ആംഗിൾ, അടുത്ത കോണ് 120 ഡിഗ്രിയിൽ വരച്ചു. 120 ഡിഗ്രിയിൽ വരച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ആംഗിൾ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇത് 100ഉം ഇത് 120 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എത്ര ആയിക്കോളും? 140 ഡിഗ്രി ആയിക്കോളും. അതാ ഞാൻ പറഞ്ഞത്, ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 3 ആംഗിൾസ് നിർബന്ധമില്ല, 3 കോണുകൾ നിർബന്ധമില്ല, മിനിമം 2 എണ്ണം മതി. അപ്പോൾ ഈ 140 ഇല്ലെങ്കിലും നമുക്കിത് വരയ്ക്കാൻ പറ്റും. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തു, ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫിഗറായി. നോക്ക്, ഇതിൻ്റെ ആംഗിളും നമുക്ക് മാർക്ക് ചെയ്യുക, കോണുകളൊന്ന് അടയാളപ്പെടുത്താം. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആവൂലേ? ഇത് 100 ആണെങ്കിൽ 100ൻ്റെ ഹാഫ് 50 ഡിഗ്രി, ഇത് 50 ഡിഗ്രിയാണ്. ഇത് 120 ആണെങ്കിൽ 120 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ഒരു ആംഗിൾ. എത്രയാ? 60 ഡിഗ്രി, 60 ഡിഗ്രി. ഇത് 140 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും, ഇതിൻ്റെ പകുതി ആയിരിക്കും ഇത്. 140 ഡിഗ്രിയുടെ 140 ഡിഗ്രിയുടെ പകുതി 70 ഡിഗ്രി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ ആംഗിൾസും ആയിട്ടില്ലേ? നമുക്ക് കോണുകളെല്ലാതും ആയില്ലേ? 50, 60, അതേപോലെ 70, 70. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് ഇതേ ഫിഗറിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് അതും കൂടെ ഒന്ന് കേട്ടോ. ഇപ്പം നമുക്ക് തന്ന ആംഗിൾ ഒന്ന് 30 ഡിഗ്രിയാണെന്ന് വെച്ചോ. 30 ഡിഗ്രി, ഒരാംഗിൾ 30 ഡിഗ്രിയാണെന്ന് വെച്ചോ. ഓക്കെ, ഒരാംഗിൾ 20 ഡിഗ്രിയാണെന്ന് വെച്ചോ, 20 ഡിഗ്രിയാണെന്ന് വെച്ചോ. ഇതിൻ്റെ റേഡിയസ് ആരെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ഈ ആംഗിളിൽ വരയ്ക്കണം എന്ന് വെച്ചോ. എത്രയ്ക്കാണ്? 20യും ഒന്ന് 30യും ഒന്ന് 3 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ആരം അല്ലേ? അപ്പോൾ നമ്മൾ ഇതേപോലെ 20യുടെ ഡബിൾ എടുക്കും. 20യുടെ ഡബിൾ എടുക്കും. എന്താ 20യുടെ ഡബിൾ? 40 ഡിഗ്രി. അതേപോലെ 30യുടെ ഡബിൾ എടുക്കും. 30യുടെ ഡബിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി അല്ലേ? ഇനി ഫിഗർ വരയ്ക്കും. ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ 3 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കും ആദ്യം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റേഡിയസ് വരയ്ക്കും, ആരം വരയ്ക്കും.
എന്നിട്ട് നമ്മളിപ്പോൾ കണ്ടെത്തിയത് ഒന്ന് 40 ഡിഗ്രിയാണ്. അപ്പോൾ 40 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ വരയ്ക്കും. ഇതാ 40 ഡിഗ്രി. പിന്നെ കണ്ടെത്തിയ അടുത്ത ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ വരയ്ക്കും. ഇവിടെ തന്നെ പ്രൊട്രാക്ട് വെച്ചിട്ട് 60 ഡിഗ്രി വരയ്ക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ഒരു ഫിഗറാണോ കിട്ടിയത്? അല്ല അല്ലേ? നേരത്തെ നമുക്ക് ഇങ്ങനെ സ്റ്റാർ ഷേപ്പിലാണ് കിട്ടിയിരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ജോയിൻ ചെയ്യുക? ഇതാ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക. ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുക, ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുക, ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ ഏതാണെന്നുള്ളതല്ലേ നമ്മുടെ പ്രശ്നം. ഇതാ ഞാൻ അവിടെ മാർക്ക് ചെയ്യുക, വേറെ കളറിൽ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതാ ഇതാണ് ആ ട്രയാങ്കിൾ. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രയാങ്കിളായി അതും കൂടെ പറയണം അല്ലേ? ഇപ്പം നോക്ക്, ഇത് 40 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത് വരിക 20 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത് വരിക 30 ഡിഗ്രി. മനസ്സിലായോ? നമ്മുടെ ആംഗിൾസ് ആയല്ലോ, തന്ന ആംഗിൾസ് ആയല്ലോ, തന്ന കോണുകളായല്ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഫിഗർ ഇതുപോലത്തെ ഒരു ഫിഗർ ഉണ്ട് അല്ലേ? ഒരു ഹാഫ് വരുന്നൊരു ഫിഗർ ഉണ്ട്. അതും വരയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഫിഗർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, in the figure PQRS are points on a circle. Find all angles of quadrilateral PQRS. ചിത്രത്തിൽ PQRS ഇവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. PQRS എന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും അളവുകൾ കണക്കാക്കുക എന്നതാണ് ചോദ്യം അല്ലേ? ഇതാണ് PQRS എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താ? ഇതിന് പറയുന്ന പേരെന്താ? ഇതിൻ്റെ 4 വെർട്ടീസസ് എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ പറയുന്ന പേരാണെന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ പറയുന്ന പേരെന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. എന്താണ് അതൊന്ന് ജസ്റ്റ് പറയാം, കാരണം അത് വേണം ഇത് ചെയ്യണമെങ്കിൽ. നോക്കൂ, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്. നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്, ABCD എന്നുള്ള പേര് കൊടുക്കുകയാണ് അല്ലേ? ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 വെർട്ടീസസ് ആർ ഓൺ ദി സർക്കിൾ. ഇതിൻ്റെ 4 വെർട്ടീസസ് എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിലാണ് കിടക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററിനെയാണ്, ഈ ചതുർഭുജത്തെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആംഗിൾസിനും ഉണ്ട് പ്രത്യേകത. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എതിർകോണുകൾ അനുപൂരകമാണ്. അതായത് എതിർകോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ, എതിർകോണുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഡിഗ്രിയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. നോക്ക്, ഈ ഒരു ആംഗിള് നമ്മളൊരു 50 ഡിഗ്രി എടുത്തു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് കിട്ടുക 130 ഡിഗ്രിയാണ്, 130 ഡിഗ്രിയാണ് കിട്ടുക. എന്തുകൊണ്ട് കിട്ടി? ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ആ 180 ഡിഗ്രിയിൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 50 മൈനസ് ചെയ്താൽ ഈ ഒരു ആംഗിളും കിട്ടും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിലൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, ഇതിൽ PQRSൻ്റെ എല്ലാ ആംഗിൾസും കണ്ടെത്താനാണ്, എന്താ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കണക്കാക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ചോദ്യം കൂടി അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നു. ഫൈൻഡ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദർ ഡയഗണൽസ്. അതിൻ്റെ വികരണത്തിൻ്റെ ഇടയിലുള്ള കോണുകൾ കൂടി കണ്ടെത്താൻ പറഞ്ഞിരുന്നു ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ചോദ്യം കൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഒരു ആർക്ക്, ഇതാ ഈ ഒരു ആർക്ക്, ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന 2 ആംഗിളാണ് ഇത്. ഒന്ന് ഇതും ഒന്ന് ഇതും അല്ലേ? ഈ ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രിയാണ് വരിക. ഓക്കെ, 55 ഡിഗ്രിയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ നോക്ക്, ഇത് ഇങ്ങനെ നോക്കുക കേട്ടോ, ഇങ്ങനെ നോക്കുക. ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇതും 55 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇത് കിട്ടി 55 ഡിഗ്രി. ഞാൻ അതേപോലെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതാ ഇത് ഈ ഒരു ആംഗിൾ, അതുപോലെ ഇവിടെ ഈ ഒരു ആംഗിൾ. ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രിയാണ് വരിക? 35 ഡിഗ്രിയാണ് വരിക.
ഓക്കെ അല്ലേ? അത് 35 ഡിഗ്രി. ഇനി മക്കളെ ഇതേപോലെ നോക്ക്, ഇതാ ഇതും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രിയാണ് വരിക. ഇനി പറയേണ്ടതില്ലല്ലോ. ഇനി ഇതിൻ്റെ ആംഗിൾസ് നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ PQRSൻ്റെ ആംഗിൾ P, ആംഗിൾ Q, ആംഗിൾ R, ആംഗിൾ S കണ്ടെത്തി വെക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇതിൽ ഒന്ന് ആംഗിൾ R ആണ്. ആംഗിൾ R എങ്ങനെ ആംഗിൾ R കണ്ടെത്തുക? ഇത് 40 ആണ്, ഇത് 50 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 40 + 50. 40 + 50 എത്ര ഡിഗ്രിയാ? 40 + 50 എത്ര ഡിഗ്രിയാ? സോറി 50 അല്ല കേട്ടോ, അത് 55 ആണ്. ഇത് 55 ആട്ടോ അല്ലേ? കാരണം ഇത് 55 ആണെങ്കിൽ ഈ ആംഗിളും 55 വരിക കേട്ടോ. ഇത് 55, ഇത് 55. അപ്പോൾ ആംഗിൾ R എന്ന് പറയുന്നത് 40 + 55 എത്ര വരിക? 95 ഡിഗ്രി വരും. ഇനി അടുത്തത് ആംഗിൾ P കണ്ടെത്തണം. ആംഗിൾ P എങ്ങനെ ആംഗിൾ P കണ്ടെത്തുക? നമ്മൾ പഠിച്ചതാണ്. ഈ ആംഗിൾ Pയും ആംഗിൾ Rഉം കൂടെ കൂട്ടുന്ന സമയത്ത് 180 ഡിഗ്രിയാണ് കിട്ടുക, 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് ആംഗിൾ P കണ്ടെത്തണമെങ്കിൽ 180 ഡിഗ്രിയിൽ നിന്ന് എത്ര മൈനസ് ചെയ്യുക? 95 ഡിഗ്രി മൈനസ് ചെയ്യുക. 180 ഡിഗ്രിയിൽ നിന്ന് 95 ഡിഗ്രി മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 85 ഡിഗ്രിയിൽ നിന്ന് വരും. 85 ഡിഗ്രിയിൽ നിന്ന് വരും. അപ്പോൾ ഇത് ഈ ആംഗിൾ P എന്ന് പറയുന്നത് മുഴുവനായിട്ട് 85 ഡിഗ്രിയാണ്. ഇനി നമുക്കിത് വേണമെങ്കിലോ RPQ എന്ന് പറഞ്ഞ ആംഗിൾ വേണമെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? RPQ എങ്ങനെയാണ് കണ്ടെത്തുക? ഇത് ആംഗിൾ P എന്ന് പറയുന്നത് മൊത്തത്തിൽ 85 ഡിഗ്രിയാണ്. അപ്പോൾ ആ 85 ഡിഗ്രിയിൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? ഈ 35 മൈനസ് ചെയ്താൽ മതി അല്ലേ? 85 ഡിഗ്രിയിൽ നിന്ന് ആ 35 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 15 കിട്ടുക. അപ്പോൾ ഈ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ് വരിക. മനസ്സിലായോ? ഈ ഒരു ആംഗിൾ 50 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കാണാൻ നിർബന്ധമല്ല. ഇത് PQRS എന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും അളവുകൾ കണക്കാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആംഗിൾ Rഉം കിട്ടി, നമ്മൾ ആംഗിൾ Pയും കിട്ടി, ആംഗിൾ RPQ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതും പറഞ്ഞു അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് ആംഗിൾ Q കണ്ടെത്താം. ആംഗിൾ Q, കോൺ Q. ആംഗിൾ Q കണ്ടെത്തണമെങ്കിൽ മക്കളെ ഈ 40 35 നമ്മൾ ആഡ് ചെയ്താൽ പോരെ? 40 + 35. 40 + 35 = 75. ഓക്കെ, ഇനി ആംഗിൾ S കാണണം. ഈ ആംഗിൾ S നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഈ ആംഗിൾ എസും ആംഗിൾ ക്യൂവും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുക. ആ 180 ഡിഗ്രിയിൽ നിന്ന് ഇതാണ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 75 മൈനസ് ചെയ്യുക. 75 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 105 105 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഇത് എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രിയാ? 50 ഡിഗ്രിയാ. മനസ്സിലായോ? അപ്പോൾ ആംഗിൾ എസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 50യും ഈ 55ഉം തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇങ്ങനെയും ചെയ്യാം. ആംഗിൾ എസ് ഈക്വൽ ടു 50 + 55 ഡിഗ്രി. അങ്ങനെ നമുക്ക് എന്തെഴുതാം? 105 എന്ന് എഴുതാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആംഗിൾ P കിട്ടി, ആംഗിൾ Q കിട്ടി, ആംഗിൾ R കിട്ടി, ആംഗിൾ S കണ്ടെത്തി. ഇതിൽ ആംഗിൾ RPQ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് വെച്ചിട്ട് ആംഗിൾ S കണ്ടെത്തുന്നതും നമ്മൾ പറഞ്ഞു അല്ലേ? അത് വെച്ചിട്ട് ആംഗിൾ S കണ്ടെത്തുന്നതും നമ്മൾ പറഞ്ഞു, കോൺ S കണ്ടെത്തുന്നതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ പറയാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദർ ഡയഗണൽസ്. അതിൻ്റെ വികരണങ്ങൾക്കിടയിലുള്ള കോണുകൾ കണ്ടെത്താമെന്നും കൂടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് നിങ്ങൾ കൈകാര്യം ചെയ്യും നോക്കി. ഈ ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ, ഈ ക്വസ്റ്റ്യനോട് കൂടി തീർന്നു. ഞാൻ അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദർ ഡയഗണൽസ്, വികരണങ്ങൾക്കിടയിലുള്ള കോണുകൾ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണെന്ന് വെച്ചോ. അപ്പോൾ ഇത് 50, ഇത് 40. അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുന്ന സമയത്ത് 50 40 ഇത് രണ്ടും കൂടെ സം ചെയ്യുന്ന സമയത്ത് 90 ഡിഗ്രി എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ കാരണം അത് ടോട്ടൽ സം ചെയ്യുമ്പോൾ 180 അല്ലേ കിട്ടുക. ആ 180 ഇത് രണ്ടും മൈനസ് ചെയ്യുക. ഇത് 90 ഡിഗ്രി. ഇനി ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് 90 ഡിഗ്രി അല്ലേ?
ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആണ് 90 ഡിഗ്രി അല്ലേ. ഇത് 90 ഡിഗ്രി ആയ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ആംഗിൾസ് ഒക്കെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എഴുതേണ്ടത് ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ഒരു ആംഗിൾ. പിന്നെ ഇത് കണ്ടുപിടിക്കുക, അത് ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. അപ്പോൾ 180 90 മൈനസ് ചെയ്താണ്ട് ഇത് എഴുതുക അല്ലേ. നമ്മൾ ഇതിപ്പോൾ 90 ആയതുകൊണ്ട് ഇതൊക്കെ 90 ഡിഗ്രി തന്നെ വന്നു അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല, നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ട് ഇത് കണ്ടെത്താം, അതല്ലെങ്കിൽ 180 ഇത് മൈനസ് ചെയ്തിട്ടും ഇത് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാത് ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് ഒരു ലെങ്തി ആയിട്ട് പറയാവുന്നൊരു ചോദ്യമാണ്. ഒന്ന് AQP എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. AQP എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി. എവിടെയാണ് AQP? നമുക്കിതിലൊന്ന് മാർക്ക് ചെയ്യാം. AQP ഇതാണ് എക്സ്. ഈ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട് അല്ലേ, AQP. ഇനി അടുത്തത് വാട്ട് ഈസ് ആംഗിൾ ADP എന്നാണ് അല്ലേ. എവിടെ ADP, അതായത് ഈ ആംഗിൾ ഇവിടെ ഒരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഇതെന്തായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ. ഇപ്പം ഈ ഒരു ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. നോക്കൂ മക്കളെ, ഇതിൽ ഇതാ ADP എത്രയെന്നുള്ളതാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നോക്ക്, AQPD എന്ന് പറയുന്നത് AQPD എന്ന് പറയുന്നത് എന്ത് ക്വാഡ്രിലാറ്ററലാണ്? AQPD എന്ന് പറയുന്ന ചതുർഭുജം എന്ത് ചതുർഭുജ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. കാരണം നോക്ക്, A എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും P എന്ന് പറയുന്നതും D എന്ന് പറയുന്നതും സർക്കിളിലെ പോയിന്റ്സ് അല്ലേ. അപ്പോൾ അത് ജോയിൻ ചെയ്ത് വരുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ, ചക്രീയ ചതുർഭുജം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ADP എന്താണെന്നുള്ളതാണ്. നോക്കിയേ, ADP എന്തായിരിക്കും? ADP എടോ, ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടുക. അതിൽ ഈ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി അല്ലേ. അപ്പോൾ ADP എന്ന് പറഞ്ഞ ആംഗിൾ 180 ഡിഗ്രിയിൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ്, 180 മൈനസ് എക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 180 മൈനസ് എക്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ആംഗിൾ ADP പ്ലസ് ആംഗിൾ BEP ഈക്വൽ ടു 90 ഡിഗ്രി, സോറി 180 ഡിഗ്രി. നോക്കിയേ, എവിടെയാ ADP കിടക്കുന്നത്? ADP ഇതാ ഈ ഒരു ആംഗിൾ തന്നെ. അടുത്തത് BEP, എവിടെ BEP കിടക്കുന്നത്? BEP ഇതാ ഇവിടെ, ഇത് അല്ലേ. ഈ രണ്ട് ആംഗിൾസ് സം ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഞാനത് വേറെ പേജായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാവുന്നത് ഇത് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് കിട്ടിയത് എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്, 180 മൈനസ് എക്സ് ആണ്. കാരണം ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളിതിൽ PQB എഴുതാൻ പോവുകയാണ്. PQB ഇത് ഈ ആംഗിൾ എഴുതാൻ പോവുകയാണ് കേട്ടോ. എന്തായിരിക്കും ആംഗിൾ? ഇത് രണ്ട് ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡിയല്ലേ. അപ്പോൾ PQB എന്ന് പറഞ്ഞ ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരിക? 180 ഡിഗ്രിയിൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുന്നല്ലേ. ഓക്കെ, ഇവിടെ എഴുതുന്നുണ്ട് ആംഗിൾ PQB. ആംഗിൾ PQB ഈക്വൽ ടു 180 മൈനസ് എക്സ്. കാരണം ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആംഗിൾ 180 മൈനസ് എക്സ് ആണ്. 180 മൈനസ് എക്സ് ആണ്. 180 മൈനസ് എക്സ് ആണ്. ഇനി നോക്കാം മക്കളെ, ഇതിൽ ഈ PQBE എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലും ചതുർഭുജവും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ് അല്ലേ. അതിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടുക. ഇതിൽ ഈ ഒരു ആംഗിൾ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ വരിക എക്സാ വരിക, ഈ കോണ് വരിക എക്സാ വരിക. കാരണം ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണ്ടേ. ഇത് എക്സ് ആയപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആയ പോലെ തന്നെ ഇത് 180 മൈനസ് എക്സ് ആകുമ്പോൾ ഈ ഒരു ആംഗിൾ എന്തേ വരുള്ളൂ? എക്സ് ഡിഗ്രിയേ വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആംഗിൾ BEP ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം,
ഈ ഒരു ആംഗിൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആംഗിൾ 180 - എക്സ്, കാരണം ലീനിയർ പെയർ ആണ്, അത് രേഖീയ ജോഡിയാണിത്. ഇത് 180 - എക്സ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എക്സ്, കാരണം ഇത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രിയെ കിട്ടുക, അനുപൂരക കോണാണത്. അപ്പോൾ ഇത് 180 - എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും. ഇനി പ്രൂവ് ദാറ്റ് നോക്ക്, തെളിയിക്കാൻ എന്താ ഉള്ളത് നോക്ക്. എന്താ പ്രൂവ് ദാറ്റ് തെളിയിക്കാനുള്ളത്? ആംഗിൾ എ ഡി പി പ്ലസ് അടുത്തത് ആംഗിൾ ബി ഇ പി അല്ലേ, ആംഗിൾ ബി ഇ പി, കോൺ ബി ഇ പി ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ എന്താ ആംഗിൾ എ ഡി പി എഴുതിയത്? എ ഡി പി അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 180 - എക്സ് ആണ്. അപ്പോൾ 180 - എക്സ് പ്ലസ് ആംഗിൾ ബി ഇ പി, കോൺ ബി ഇ പി, എന്താ ബി ഇ പി കണ്ടെത്തി വെച്ചത്? എക്സ് ആണ്. നോക്കിക്കേ, ഈ പ്ലസ് എക്സും ഈ മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആൻസർ ആയിട്ട് കിട്ടിയത് എത്രയാ? 180 ഡിഗ്രിയാണ്. ആൻസർ ആയിട്ട് കിട്ടിയത് 180 ഡിഗ്രിയാണ്. അതല്ലേ അതിൻ്റെ പ്രൂഫ്? അതല്ലേ കിട്ടേണ്ടിയിരുന്നത്? ഒന്നുകൂടെ പറയാം, എക്സ് 180 - എക്സ് എക്സ്. ഇനി നോക്ക്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അതാണ് നമ്മളിവിടെ എഴുതിയത്. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു, ആൻസർ ആയിട്ട് കിട്ടിയത് 180 ഡിഗ്രി എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അടുത്ത സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് CDPE ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. CDPE ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിൽ CDPE എന്ന് പറയുന്നത് എവിടെയാ? CDPE അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സം ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടിയാൽ മതി? 180 ഡിഗ്രി കിട്ടിയാൽ മതി. അതായത് ഒന്ന് ഈ ആംഗിളാണ്, ഈ ഒരു ആംഗിളാണ്, പിന്നെ ഒന്ന് ഈ ഒരു ആംഗിളാണ്. ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഞാൻ അതൊന്ന് എഴുതാൻ പോവുകയാണ്, നോക്കിക്കോ. ഫിഗർ ഇവിടെ നോക്കുക. ആംഗിൾ PDC, ആംഗിൾ PDC ഈക്വൽ ടു PDC. നോക്ക്, ഇത് രണ്ട് ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡിയല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കൂട്ടുന്ന സമയത്ത് 180 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്. ഇത് 180 - എക്സ് ആണെങ്കിൽ തൊട്ട് അപ്പുറത്തെ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതണം കേട്ടോ. ഇത് 180 - എക്സ് ആണെങ്കിൽ തൊട്ടപ്പുറത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആകുമ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്? 180 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്? അപ്പോൾ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തുള്ള തൊട്ടപ്പുറത്തെ ആംഗിൾ 180 - എക്സ് ആയിരിക്കും വരിക. 180 - എക്സ് ആയിരിക്കും വരിക. അത് നമുക്ക് അവിടെ നിന്ന് എഴുതി വെക്കാം. ഏതാത് PEC ഈക്വൽ ടു 180 - എക്സ്. മനസ്സിലായോ? ഇത് എക്സ് ആയപ്പോൾ ഇത് 180 - എക്സ്. ഇനി നോക്ക്, ഈ രണ്ട് ആംഗിൾസ് സം ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിളും കൂടെ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ, 180 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോഴും 180 ഡിഗ്രി അല്ലേ കിട്ടുക. അപ്പോൾ നമുക്കത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജാണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമുക്ക് അവിടെ എഴുതാൻ പോവാണ് ആംഗിൾ PDC പ്ലസ് ആംഗിൾ PEC ഈക്വൽ ടു PDC എന്ന് പറയുന്നത് എക്സ് ആണ്, പ്ലസ് PEC എന്ന് പറയുന്നത് 180 - എക്സും ആണ് അല്ലേ. ഇതിലെ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു, ആൻസർ എത്ര കിട്ടിയത്? 180 ഡിഗ്രി. മനസ്സിലായോ? അപ്പോൾ നോക്ക്, ഇത് രണ്ടും സം ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോഴും സം ചെയ്യുമ്പോഴും എത്ര ഡിഗ്രിയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആംഗിൾ DPE പ്ലസ് DPE പ്ലസ് ആംഗിൾ DCE ഈസ് ഓൾസോ 180 ഡിഗ്രി. അതും 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോഴും 180 ഡിഗ്രിയാണ് കിട്ടുക.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൈനായിട്ട് പറയാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ദർഫോർ DPEC ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി വന്നതുകൊണ്ട് ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് ക്വാഡ്രിലാറ്ററലാണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. മലയാളം മീഡിയം എഴുതുക. മലയാളം മീഡിയത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, എതിർകോണുകൾ അനുപൂരകമായതിനാൽ അല്ലെങ്കിൽ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയതിനാൽ DPEC എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. മനസ്സിലായോ? കുറച്ചൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൽ 2 പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു.